ചില മാനസാന്തരങ്ങൾ, ചില വിടുതലുകൾ, ചില സൗഖ്യങ്ങൾ നടക്കേണ്ട, ചില വിശുദ്ധീകരണം നടക്കേണ്ട കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഭവനം അന്തരീക്ഷം വിശുദ്ധീകരിക്കപ്പെടാൻ ഞാൻ വെള്ളം ഒഴിച്ച് വീട്ടിൽ വന്ന ഒരൊറ്റ പ്രശ്നമുള്ള എനിക്ക് അലമാരി തുറന്ന ജീവിത പങ്കാളിയുടെ മാത്രം തുണി ഇങ്ങനെ തെരഞ്ഞു പിടിച്ചെടുത്തിട്ട് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് തീ കത്തിച്ച് അതിന്റെ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക. എന്റെ ബോധം പോകുന്ന എനിക്ക് പിടുത്തം കിട്ടി. ബോധം പോകുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പുള്ളിയുടെ കർണക്കുറ്റിയോട് ഒറ്റ കീറ അങ്ങോട്ട് കൊടുത്തു. നിങ്ങൾ അതേ ഓർത്ത് കരഞ്ഞത് കൊണ്ടോ, ആവലാതി പിടിച്ചത് കൊണ്ടോ, എല്ലാ ദിവസവും അതേ ഓർത്ത് ചങ്കത്തടിച്ച് കരഞ്ഞത് കൊണ്ടോ, നിലവിളിച്ചത് കൊണ്ടോ ഇതൊന്നും മാറില്ല പ്രിയപ്പെട്ടവരെ. 3 വട്ടം ഞാൻ കുമ്പസാരക്കൂട്ടിൽ, അച്ഛൻ അറിയാവോ, ലൈനിൽ പോയി നിന്നു. എന്റെ ഊഴ എത്തുന്നതിന് മുമ്പേ ആരോ എന്റെ അടുത്ത് പറയും, നീ പോ, കുമ്പസാരിച്ചാലും നീ ഈ പാപം തന്നെയല്ലേ ചെയ്യുന്നത്, പിന്നെ നീ എന്തിനാടി കുമ്പസാരിക്കുന്നതെന്ന് ആരോ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് കേൾക്കുമ്പോഴേ അവൾ അതിന് അങ്ങോട്ട് പോകും. ഇവിടെ നമുക്കൊരു അസ്വസ്ഥത വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, സാധാരണയായി നമ്മുടെ പ്രാർത്ഥനയെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ജീവിത പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ നിന്നും പുറകോട്ട് പോകണമോ അതോ പ്രാർത്ഥനയിൽ വളരണമോ? പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ഒരു ജീവിതത്തിന്റെ അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ പറ്റണ്ടേ? സഹോദരി വിളിച്ചിട്ട് പറഞ്ഞ, അച്ഛാ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ പോലും പറ്റും. കാരണം മനസ്സ് അതുപോലെ വിഷമിച്ചിരിക്കുക. പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം കുറേ ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഇപ്പം ശരിയാവും എന്ന് വിചാരിച്ച് ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ സ്വാഭാവികമായി നമുക്കെല്ലാം സംഭവിക്കുന്ന ഒരു പാളിച്ചയാണ്. പ്രശ്നങ്ങളുടെ ആധിക്യം കൂടുമ്പോൾ ഒന്നില്ലെങ്കിൽ വിശ്വാസം ക്ഷയിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ക്ഷയിക്കും. പിശാചിൻ്റെ ഏറ്റവും വലിയ കെണിയുടെ ഭാഗമാണ് നമ്മുടെ ഒരു പ്രയാസത്തിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും കുറഞ്ഞു പോകാനുള്ളൊരവസ്ഥ. നമ്മളൊരു പ്രയാസം, ഒരു പ്രതിസന്ധി, ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട്, ഒരു സഹനം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ പ്രേരണ എടുത്തിട്ട് ആ പ്രശ്നത്തെ അതിജീവിക്കാൻ വേണ്ട കൂടുതൽ പ്രാർത്ഥന നടത്തണം. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു മുട്ടുവേദന വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലെയാണോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ക്യാൻസർ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത്? ആണോ അല്ലയോ? അല്ല. ഒരു കൊച്ചിന് പരീക്ഷാ വിജയത്തിന്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്, 8ലോ പഠിക്കുന്ന കൊച്ചിൻ്റെ പരീക്ഷാ വിജയത്തിന് വേണ്ടി പഠിക്കുന്ന തീഷ്ണതയോടെ ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ കുടുംബത്തിലെ ഏകജാതൻ ക്യാൻസർ മൂലം ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? പ്രാർത്ഥന അളവ് കൂടിയോ കുറഞ്ഞോ? ഉറക്കെ പറ, കൂടി. അപ്പൊ പ്രശ്നത്തിന്റെ അളവ് കൂടുമ്പോ പ്രാർത്ഥനയുടെ അളവ്, നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റില്ല, മഴയായതുകൊണ്ട്. അവിടെ ഉറക്കെ പറയണം. പോരാ, ഈ ശബ്ദത്തും പോരാ, നല്ല മഴയാ. പ്രശ്നത്തിന്റെ അളവ് കൂടുമ്പോ പ്രാർത്ഥനയുടെ അളവ് കൂടണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന ഈ കൂട്ടായ്മയിലുള്ള നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ഉള്ള പ്രശ്നത്തിന്റെ അളവ് വെച്ച് നോക്കിയാൽ ഇപ്പോഴുള്ള പ്രാർത്ഥന മതിയോ? മതിയോ? പിന്നെ എന്ത് ചെയ്യണം? പറ, കേൾക്കാൻ പറ്റണില്ല. പ്രാർത്ഥനയുടെ അളവ് ഇത് മാത്രമേ അച്ഛാ, ജീവിത പങ്കാളിയുടെ മദ്യപാനം കൊണ്ട് സഹിക്കാൻ പറ്റണില്ല അച്ഛാ, അത് കുടിച്ചു വന്നിട്ട് പേക്കൂത്താ അച്ഛാ, അങ്ങനെ പറയുന്നു. പേക്കൂത്താ വീട്ടിൽ കുടിച്ചു വന്നിട്ട്. പിന്നെ അപ്പനാണോ അമ്മയാണോ ജീവിത പങ്കാളിയാണോ കുഞ്ഞുങ്ങളാണോ ഒന്നും നോട്ടുമില്ല. ഈ സാധനം ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് പുള്ളിക്കും അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രശ്നം, ഈ പ്രശ്നം ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ കുറച്ച് നാളുകളായി, ഏതാനും വർഷങ്ങളായി അതേക്കുറിച്ച് സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിലുള്ളവരെല്ലാം ഭാരപ്പെടും. ജീവിത പങ്കാളി നൊമ്പരപ്പെടാൻ തുടങ്ങും, മക്കൾ വേദനിക്കാൻ തുടങ്ങും, കുടുംബാംഗങ്ങൾ അതേക്കുറിച്ച് ഭാരപ്പെടാൻ തുടങ്ങും, അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമുക്കതിലേ ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യും?
പ്രാർത്ഥിക്കാൻ തുടങ്ങും അല്ലേ? നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ജീവിത പങ്കാളിയെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ ചിലപ്പോഴൊക്കെ ചിലരുടെയൊക്കെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ രണ്ടെണ്ണം കിട്ടേണ്ടടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ മാറാനുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ എത്ര വെള്ളം ഒഴിച്ച് വാടിയിൽ തെറി പറഞ്ഞു കൊടുക്കുന്ന ഒരു പോലീസ് വണ്ടി പോകും, അവൻ എന്ത് അച്ചടക്കമാണെന്നറിയാവോ? ഇവിടെ തിരുവനന്തപുരത്ത് പോകുമ്പോഴാണ്, നമ്മുടെ ഈ ഏരിയയിൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഈ ഏരിയക്കാരോട് എനിക്കറിയാം, നമ്മുടെ ഈ ഏരിയയിലല്ല, തിരുവനന്തപുരം ഏരിയയിൽ ചെന്നപ്പോഴാണ് ഇവിടെ ഒരു വലിയ കൺവെൻഷനാണ്. കൺവെൻഷൻ ഇതുപോലെ വലിയ കൺവെൻഷൻ നടക്കുക. അന്വേഷിച്ചാൽ പറഞ്ഞില്ല, അവിടെയൊക്കെ മണലില്ല അവരിയ്ക്കുന്നത്. 4 മണിക്ക് ഒന്ന് ചുട്ടുപൊള്ളുന്ന മണലിൽ അവിടെ ഇരുന്നാൽ 9 മണി വരെ ആ മണലിൽ അവരിയ്ക്കും. വലിയ കൺവെൻഷനാണ്, കടപ്പുറത്താണല്ലോ. അപ്പം അവിടെ ഒരു സഹോദരനും ഒരു സഹോദരിയും കൂടി പ്രാർത്ഥിക്കാൻ വന്നാണ്. ചേട്ടനാണ് ആദ്യം കയറിയത്. ചേട്ടനകത്തേക്ക് കയറി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കണം, മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, നമ്മളും കൂടി ഒന്ന് തീരുമാനിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ എളുപ്പമാണ്. നമ്മളൊരു തീരുമാനം എടുത്താൽ ബാക്കി ദൈവം ചെയ്തോളും, നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. അച്ഛാ എൻ്റെ മദ്യപാനം മാറാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ പെണ്ണുമ്പിള്ളയുടെ മദ്യപാനം മാറാൻ വേണ്ടിയിട്ടാണ്. ചേട്ടൻ്റെ അല്ലേ, പിന്നെ എൻ്റെ അല്ല, എൻ്റെ പുള്ളിക്കാരത്തി പുറത്ത് നിൽപ്പുണ്ട്, അടുത്തത് പുള്ളിക്കാരത്തി വരും. അപ്പോൾ പുള്ളിക്കാരത്തി വരുന്നതിന് മുമ്പ് പുള്ളിക്കാരത്തിക്ക് കൗൺസിലിങ്ങിന് അച്ഛൻ പറയേണ്ട കാര്യങ്ങൾ നേരത്തെ പുള്ളി പറഞ്ഞതേ ഉള്ളൂ. ഇന്ന കാര്യങ്ങൾ അച്ഛൻ ശരിക്കും കണ്ട് പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ അവൾ പറഞ്ഞില്ല എന്നിരിക്കും, പറയാൻ മറന്നുപോയാൽ അച്ഛനത് മനസ്സിൽ സൂക്ഷിച്ചോളാം. എന്നിട്ട് അച്ഛൻ ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം. ഇങ്ങനെ പ്രശ്നമുണ്ട്, ചേട്ടൻ ഡെയിലി വെള്ളമടിയാ. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോളാം. അത് കഴിഞ്ഞ് ഈ പുള്ളിക്കാരത്തിനെ വിളിപ്പിച്ച് അകത്തിരുത്തി. ഞാൻ പിന്നെ 2 പേരെ കൂടി കണ്ടു. പുള്ളിക്കാരത്തി മദ്യപാനം തുടങ്ങാനുണ്ടായിരുന്ന കാരണം പറഞ്ഞു കേട്ടാൽ നമുക്ക് ചിരി വരും. അത് അതിനേക്കാളും വലിയ ഇൻട്രസ്റ്റിങ്ങാണ്. പുള്ളി എല്ലാ ദിവസവും, ഈ പുള്ളി നല്ല മദ്യപാനാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ കടപ്പുറമാണ്. അപ്പോൾ പിന്നെ എല്ലാ ദിവസവും ഒന്നും ജോലി ഉണ്ടാകണമെന്നില്ല. മീൻ പിടിക്കാൻ പോകും, ചാകര കിട്ടിയാൽ കിട്ടിയത് ചിലപ്പോൾ ആ ദിവസം കൊണ്ട് തന്നെ തീർക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അന്നെന്നുള്ളത് അന്നു തന്നെ ചിലപ്പോൾ പൊടിച്ച് ആഘോഷിച്ച് എല്ലാവരും കൂടി കുടിച്ച് മതിച്ചൊക്കെ ചിലപ്പോൾ പോകും. ഈ പുള്ളി ഡെയിലി കുടിക്കും, ജോലി ഉണ്ടേലും കുടിക്കും, ഇല്ലേലും അവിടെ കൂട്ടം കൂടി കടപ്പുറത്തിരുന്ന് എല്ലാവരും കൂടി കുടിക്കും. കുടിച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല. ചിലവരങ്ങനെയാണല്ലോ. ചിലവരല്ല, പിശാചിന്റെ ഏറ്റവും വലിയ കെണിയാണ് ആരിലൂടെയെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ മുറിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചോ. പിശാചിന്റെ ഏക ലക്ഷ്യമുള്ളൂ, ഏദൻ തോട്ടത്തിൽ ആദ്യത്തെ പിശാചിന്റെ എൻട്രി തന്നെ ദൈവവുമായിട്ട് ആദ്യമാതാപിതാക്കൾക്കുണ്ടായിരുന്ന ആ ബന്ധത്തെ മുറിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധം, പ്രാർത്ഥനാ ജീവിതത്തെ പിശാച് മുറിക്കും. അതാണ് പിശാചിന്റെ ലക്ഷ്യം. ഒരു പ്രശ്നം വരുമ്പോൾ അത് ആദ്യം അഫക്ട് ചെയ്യുന്ന നമ്മുടെ പ്രാർത്ഥനാ ജീവിതമായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ട്രിപ്പ് പോയി, നമ്മൾ പറയുന്നത് ഇന്നിനിപ്പോ പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഇന്ന് പിന്നെ നമ്മൾ 3-4 പള്ളികളിൽ കയറി ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് നമുക്ക് ഇന്നിനി പ്രാർത്ഥനയൊന്നും വേണ്ട, കുടുംബ പ്രാർത്ഥനയൊന്നും വേണ്ട. ഇനിയിപ്പോ അപ്പൊ ചേർത്ത് അങ്ങനെ വീട്ടിൽ പ്രാർത്ഥിക്കാതെ എങ്ങനെയാ? നമ്മൾ അവിടെ ഇവിടെ ഒക്കെ കാണുന്നത് നമ്മുടെ വീടിന് സംരക്ഷണം വേണ്ടേ, അപ്പൊ വീട്ടിലല്ലേ പ്രാർത്ഥിക്കണ്ടേ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു രഹസ്യം ചൊല്ലി അങ്ങോട്ട് അവസാനിപ്പിക്കാം. എന്തോ എല്ലാം കൂടി 5 ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു മസാല പരുവത്തിലാക്കിയിട്ട് ഒരു രഹസ്യം ചൊല്ലി, അപ്പൊ എല്ലാവർക്കും സന്തോഷം. അപ്പൊ ആർക്കും ഇഷ്ടം എന്നാ പിന്നെ ഒരു രഹസ്യം. നിങ്ങൾ നോക്കിയോ, എന്നാ പ്രശ്നം ജീവിതത്തിലുണ്ടായാലും അതാദ്യം അടിക്കുന്നത് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്, നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെയാണ്. സ്വരമെഴുതി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഏത് പാപത്തിന്റെ കണിയ, ഏത് ദുശീലങ്ങള്, ഏത് അവിശുദ്ധ ബന്ധങ്ങള്, ഏത് മ്ലേച്ഛതകള്, എന്തുവാ, അതെല്ലാം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും, പ്രാർത്ഥനയിൽ നിന്ന് അകറ്റും. പള്ളിയിൽ പോകുന്നതിൽ നിന്നും കുമ്പസാരിക്കുന്നതെന്നും. ഒരു പെങ്കൊച്ചൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ചങ്കി കിടപ്പുണ്ട്. അവൾക്ക് വെറും 16-17 വയസ്സ് പ്രായത്തില്, പ്രിയപ്പെട്ടവരെ, അവൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. 10-30 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വഴി വെച്ച് അവിടെ തുടങ്ങിയതാണ്. എന്നിട്ട് ഇവൻ ഇങ്ങനെ പ്രേരിപ്പിച്ചതിന്റെ പേരിൽ ഈ പെങ്കൊച്ചിന്റെ ശരീരത്തിന്റെ നഗ്നമായ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുത്തു. അവൻ പറഞ്ഞിട്ട് ഇവൾ അയച്ചു കൊടുത്തു. തലയ്ക്കകത്ത് പിശാച് കയറി കിടക്കുമല്ലേ, ഹൃദയം കഠിനം. പിന്നെ എന്നാ ചെയ്യുന്നേ, എന്താ പറയുന്നേ, എന്നെയൊക്കെ കാണിച്ചു കൂട്ടുന്നെന്ന് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ പിന്നെ ഇവൻ ഈ ഫോട്ടോ വെച്ചുള്ള ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. ഇനി പറയുന്നിടത്ത് ചെന്നില്ല. അപ്പൊ ക്ലാസ് കട്ട് ചെയ്ത്, +2 പഠിക്കുന്ന ക്ലാസ് കട്ട് ചെയ്ത് പല ദിവസങ്ങളിലും ഇവൻ പറയുന്ന സ്ഥലങ്ങളിൽ ചെല്ലണം, ഇവന്റെ കൂടെ കിടക്കണം. ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ ഇവൻ പറയും, എൻ്റെ കയ്യിൽ നിന്റെ ഫോട്ടോയുണ്ട്, ഞാനത് പബ്ലിഷ് ചെയ്യും, ഞാനത് ഫേസ്ബുക്കിലിടും, ഞാനത് വാട്സപ്പിലിടും. ഇപ്പം കൊച്ചു എവിടെ നിന്നാ വന്നേന്ന് പോലും എനിക്കറിയാം. ഞാനൊന്നും ഡീറ്റെയിൽ ഒന്നും ചോദിച്ചില്ല. കാരണം
അച്ഛനൊന്ന് കാണാൻ പറ്റുമോ? ഒരു ദിവസം ഇങ്ങനെ തേങ്ങലടിച്ച് വേദനിച്ച് കൊച്ചു അച്ഛനൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചു എന്താ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു പോയോ എന്താ പ്രശ്നം. അതുപോലെ കരയും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വാ ഒന്നിരുന്ന്. അച്ഛൻ എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ചത്താ മതി. എന്നാ പറ്റി? കാരണം പറ. അച്ഛൻ ഇവിടെ തമ്പുരാൻ നമ്മുടെ കൂടെ ഇല്ലേ? ദൈവം നമ്മുടെ കൂടെ ഇല്ലേ? ദൈവത്തിന് സഹായിക്കാൻ പറ്റാത്ത, ഇടപെടാൻ പറ്റാത്ത ഏത് വിഷയമുണ്ട്? ഉണ്ട്, ദൈവത്തിന് പറ്റൂന്നേ. അച്ഛന് ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ എന്റെ ജീവിതം കൈവിട്ടു പോയച്ചോ. എന്നാ പറ്റി മോള് പറ. പി പെങ്കുച്ച് പറയാണ്, അച്ഛാ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും വിചാരിച്ചല്ല, ഞാൻ വിശ്വസിച്ച് തുടങ്ങിയതാണ്, പക്ഷേ അവസാനം എന്നെ ചതിച്ചച്ചാ. പക്ഷേ ഞാൻ പലവട്ടം, അച്ഛൻ അറിയാവോ, ഇതെല്ലാം നിർത്താൻ വേണ്ടി പലവട്ടം ഞാൻ ആലോചിച്ചതാണ്, പലവട്ടം ഞാൻ വിചാരിച്ചതാണ്. ഇനി ഒരിക്കലും പോകില്ല. അവൻ എന്നാ വേണമെങ്കിലും ചെയ്തോട്ടെ, ഫോട്ടോ പബ്ലിഷ് ചെയ്തോട്ടെ. ഞാനിത് വേറൊരാളുടെ അടുത്ത് ഷെയർ ചെയ്തപ്പോൾ, എൻ്റെ സ്വകാര്യ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയോട് ഷെയർ ചെയ്തപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അതൊന്നും അവൻ ചെയ്യില്ല, പേടിക്കണ്ട, അതൊന്നും ചെയ്യില്ല, അതൊക്കെ ഇപ്പോൾ സൈബർ സെല്ലിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം, അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടും എനിക്കങ്ങനെ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു കുമ്പസാരിച്ചതെല്ലാം ഇതെല്ലാം നിർത്താം എന്ന് കരുതി. ഇപ്പം 3 വട്ടം ഞാൻ കുമ്പസാരക്കൂട്ടിൽ, അച്ഛൻ അറിയാവോ, ലൈനിൽ പോയി നിന്നു. എന്റെ ഊഴെത്തുന്നതിന് മുമ്പേ ആരോ എൻ്റെ അടുത്ത് പറയും, നീ പോ, കുമ്പസാരിച്ചാലും നീ ഈ പാപം തന്നെയല്ലേ ചെയ്യുന്നത്, പിന്നെ നീ എന്തിനാടി കുമ്പസാരിക്കുന്നതെന്ന് ആരോ എന്നോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുക. അത് കേൾക്കുമ്പോഴേ അവൾ അതിൽ നിന്ന് അങ്ങോട്ട് പോകും. കുമ്പസാരിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ കുഞ്ചിന്. കാരണം എന്താ? ഉള്ളിൽ ഈ പിശാച് കടന്നിട്ട് ഇവളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുക. ദൈവമായിട്ടുള്ള ബന്ധത്തെ അങ്ങോട്ട് മുറിച്ചു. അതാണ് ഏത് രീതിയിൽ തിന്മ പ്രവർത്തി. അത് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഏത് വഴിക്ക്, ഏത് രീതിയിൽ തിന്മ നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ അടിച്ചാലും ആദ്യം പിശാച് അടിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ പ്രാർത്ഥന ജീവിതത്തെയാണ്. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മുറിക്കാതെ നിന്റെ വിശുദ്ധിയോ നിന്റെ അനുഗ്രഹങ്ങളെയോ പിശാചിന് അടിക്കാൻ പറ്റില്ല. അല്ല, പിശാച് തൊടാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം നിന്റെ പ്രാർത്ഥന അവൻ അടിക്കും. നീ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നു, ഇപ്പൊ പള്ളി പോക്കില്ല. എല്ലാ ദിവസവും നിനക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ടായിരുന്നു, വ്യക്തിപരമായ വചനം വായനയുണ്ടായിരുന്നു. 2 ആഴ്ച കൂടുമ്പോ 3 ആഴ്ച കൂടുമ്പോ ഒന്ന് കുമ്പസാരിച്ചു കൊണ്ടിരുന്ന ഇതെല്ലാം ആദ്യം പിശാച് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. അതങ്ങോട്ട് ആദ്യം അടച്ചു കളയും. എന്നിട്ട് നിന്റെ വിശുദ്ധ ജീവിതത്തെ തകർക്കും, നിന്റെ ദാമ്പത്യ വിശ്വസ്തതയും മുറിക്കും, നിന്റെ കുടുംബ ബന്ധങ്ങളെ തകർക്കും, നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹം എല്ലാ മേഖലയിലും സൈത്താനടിക്കും. അതിനും ആദ്യം പിശാച് അടിക്കുന്നത് ഒരുവന്റെ പ്രാർത്ഥന ജീവിതത്തെയാണ്. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള ബന്ധത്തെ മുറിക്കാതെ പിശാചിന് തൊടാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ ആദ്യം അത് ചെയ്യുന്നത്. നീ ചേച്ചി വന്ന് അടുത്തിരിക്കുക, ഞാൻ ഇങ്ങനെ സംസാരിച്ചു, വിഷയമൊക്കെ സംസാരിച്ചു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, പുള്ളി നമുക്ക് കൗൺസിലിംഗ് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി വെള്ളം അടിക്കുവോ? ഇച്ചിരിയൊക്കെ അടിക്കുവോ വെച്ചാ? അയ്യോ ചോദിച്ചു. അതെന്നാ? അതിപ്പോ എന്നാ ചെയ്യാൻ, എൻ്റെ അപ്പോഴാണ് ഈ കെട്ടിയവൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുള്ളി അതുപോലെ വെള്ളം അടിച്ച് വീട്ടിൽ വന്ന് തെറി തന്നെ വായ തുറന്ന. അല്ല, ചിലവരങ്ങനെയാണ്, പലതരത്തിലുള്ള രൂപങ്ങളുണ്ട് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ. എങ്ങനെയാണ് ഈ സാധനം പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് ഒരു സഹോദരൻ കുറച്ച് വർഷങ്ങളായി കാരിസ്മയിൽ ധ്യാനം കൂടാൻ വന്നതാണ്. ധ്യാനത്തിന്റെ ആദ്യ ദിവസം തന്നെ പുള്ളി ഓടി വന്നിട്ടുണ്ട്, ഞാൻ ഈ ധ്യാനത്തിന് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി നാളെ മുതൽ തുണി ഉടുക്കാതെ നടക്കേണ്ടി വന്നേനെ. ഞാൻ ചോദിച്ചു, ചേട്ടന്റെ ധ്യാനവും ചേട്ടത്തിയുടെ തുണി ഉടുക്കലും തമ്മിൽ എന്താ ബന്ധം? പുള്ളി പറഞ്ഞാ, ഞാൻ വെള്ളം അടിച്ച് വീട്ടിൽ വന്ന ഒരൊറ്റ പ്രശ്നമുള്ളൂ, എനിക്ക് അലമാരി തുറന്ന ജീവിത പങ്കാളിയുടെ മാത്രം തുണി ഇങ്ങനെ തെരഞ്ഞു പിടിച്ചെടുത്തിട്ട് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടിട്ട് തീ കത്തിച്ച് അതിന്റെ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക. ഒരു പ്രത്യേകതരം അസുഖം. ഇതാദ്യമായിട്ട് കാണുന്നത് അല്ലെ? എന്തൊക്കെ തരങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ളം അടിച്ചിട്ട് ജനലെ കയറി കടിച്ച് തൂങ്ങിക്കിടന്നിട്ട് അവിടെ നിന്ന് മൂത്രമൊഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു പ്രത്യേക അതൊക്കെ പിന്നെ പൊട്ടേന്ന് വെക്കാം. കട്ടില ടോയ്ലറ്റ് ആണെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിനുള്ളിൽ മൂത്രമൊഴിച്ച് വെക്കുന്ന കേസുകളുണ്ട്. ഇതൊക്കെ പിന്നെ നോർമൽ. ഇത് അതുമല്ലോ ആണോ? പുള്ളി വെള്ളം അടിച്ചിട്ട് പുള്ളി, എൻ്റെ അച്ഛാ ഞാൻ ഇന്നലെ തുറന്നപ്പോ എൻ്റെ അലമാരിയിൽ ജീവിത പങ്കാളിക്ക് ഉടുക്കാൻ ഇനി ഒരു ഉടുതുണി പോലും ഇല്ല. അതുകൊണ്ട് പുള്ളി വിചാരിച്ചു ഒരു ധ്യാനം കൂടാൻ പോയേക്കാന്ന്. അത്രയെങ്കിലും ബോധം ഉണ്ടായല്ലോ. ഒരു പുള്ളിക്കാരത്തി അതിനേക്കാളും ബോധമുള്ളതാണ്. കാരണം പുള്ളിയുടെ ഈ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അയലൊക്കത്തെ വീട്ടിൽ പുള്ളിക്കാരത്തി നല്ലൊരു അലമാരിയും മേടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ നല്ല തുണി അതിനകത്ത് വെച്ചിട്ടുണ്ട്. കൈക്കിലെ തുണി മാത്രമേ ഇതിനകത്ത് വെക്കൂ. വെള്ളം അടിച്ച് വരുന്നവന് ബോധമില്ലാത്തത് കൊണ്ട് അതെടുത്തിട്ട് കത്തിച്ചോളും കേട്ടോ. പുള്ളി ഇവരെല്ലാം 2 ഫാമിലി ഒരുമിച്ച് പിന്നെ വന്ന് അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ വെച്ചാൽ പുള്ളി കുറച്ച് നാളെ പുള്ളിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വെള്ളം അടി കൂടി അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഒരു ബോധമില്ല. അപ്പോൾ പുള്ളി വന്നിട്ട് ഇതാ പരിപാടി. ആദ്യമൊക്കെ എന്നെ നല്ല പട്ടുസാരിയൊക്കെ എടുത്താച്ചാൽ കത്തിച്ച് കളഞ്ഞ 10,000-3000 രൂപ കൊടുത്ത് മേടിച്ച് വെച്ച സാരിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് പുള്ളി പട്ടി ഇളിക്കുന്ന പോലെ ഫ്രണ്ടിൽ നിന്ന് ഇളിച്ചുകൊണ്ടിരിക്കുക കത്തിച്ചിട്ട്.
ഇതൊക്കെ വെറുതെ തീ കൊടുത്ത് അപ്പൊ തന്നെ കത്തിപ്പോവും ഇല്ലേ? ഇല്ലേ? കത്തിപ്പോകൂല്ലേ? തീ കൊളുത്താനൊന്നും പോയേക്കരുത്. സാരി ഒന്നും കൊളുത്തിയേക്കരുതട്ടാ. സാരി ഒന്നും എടുത്ത് കത്തിക്കാനൊന്നും പോയേക്കരുത് ആരെ. എന്നിട്ട് ഈ അച്ഛ വായ തുറന്ന തെറി തന്നെ തെറിയെ പറയുള്ളൂ അച്ഛ. പിന്നെ എല്ലാ ദിവസവും അവിടെ നിന്ന് വടിയിലിരുന്ന് കുടിക്കും, കൂട്ടുകാർ കൂടി കുടിക്കും, മാറിപ്പോയി കുടിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കയ്യിലും കൊണ്ടുവരും. എന്തിനാ? വീട്ടിലിരുന്നും കുടിക്കാൻ. പിശോ പറഞ്ഞ് എവിടെ വേണേലും ഇരുന്ന് കുടിച്ചോ, വഴി കിടന്ന് കുടിക്കോ, വഴി കിടക്കോ, തുണിയില്ലാതെ കിടക്കോ, എന്നാ വേണേലും ചെയ്തോ, ഇതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ വീട്ടിലിരുന്ന് കുടിക്കരുത്. ഇത് ഭവനം, ദേവാലയമല്ലേ. നമ്മുടെ കുടുംബത്തെ എന്തിനാണ് അതുകൊണ്ട് വീട്ടിലിരുന്ന് ദയവായി വീട്ടിലേക്ക് ഇത് കൊണ്ടുവരരുത്. പുള്ളിക്കാരൻ കെഞ്ചുമായിരുന്നു. അച്ഛൻ ഞാൻ കെഞ്ചിയിട്ടുണ്ട് ഈ മനുഷ്യൻ. അപ്പൊ പുള്ളി ഡീസൻ്റ് ആയിട്ട് അടുത്തിരിക്കുന്നത്. ഈ മനുഷ്യന്റെ മുമ്പ് ഞാൻ കെഞ്ചിയിട്ടുണ്ട്, നമ്മുടെ വീട്ടിലിരുന്ന് കുടിക്കരുത്. പുള്ളി കേൾക്കുകയല്ല, വീണ്ടും കൊണ്ടുവരും. അങ്ങനെ വീട്ടിലിരുന്ന് കുടിയാ. ഒരു ദിവസം പുള്ളിക്കാരത്തി തന്നെ ഇത് പുള്ളിക്കാരൻ കുടിക്കാൻ വേണ്ടി ഏതൊരു കുപ്പിയുടെ പേരൊന്നും എനിക്കറിയില്ല, കുപ്പി കൊണ്ടുവന്ന് വെച്ചു. പുള്ളിക്കാരത്തി സൈഡിൽ വന്നിരുന്ന ഒരു ഗ്ലാസ്സുമായിട്ട് അങ്ങോട്ട് വന്നിരുന്നു. പുള്ളിക്കാരനൊരു ഗ്ലാസ് വെച്ചപ്പോൾ പുള്ളിക്കാരത്തി അപ്പുറത്തെ കസേര ഇട്ടിട്ട് അവിടെ ഒരു ഗ്ലാസ് അങ്ങോട്ട് വെച്ചു. ചെന്നിട്ട് പ്രാക്ടീസ് ചെയ്തേക്കരുത് കേട്ടോ. അത് നല്ല വഴിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി ഇതൊന്നും നോക്കിയാലോ എന്ന് സഹോദരിമാർ ചിന്തിക്കരുത്. ഇത് സംഭവിച്ചൊരു കാര്യം പറഞ്ഞു. എന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ വെച്ചു. പുള്ളിക്കാരത്തി എന്നാടി നിനക്ക് എന്നാ ബോധം ഇച്ചിരി കുറവാണല്ലോ പുള്ളിക്കാണെങ്കിലും, ഇച്ചിരി കുടിച്ചിട്ടാ വന്നത്. അല്ല ചേട്ടന് മാത്രം ഇതിന്റെ സന്തോഷം എന്താണെന്ന് അറിഞ്ഞാൽ പോരെ, ഞാനും കൂടി ഒന്ന് സന്തോഷിക്കട്ടെ. എനിക്ക് ഒഴുക്കി, നമുക്ക് രണ്ടുപേർക്കും കുടിക്കാം അല്ലേ? സുഖത്തിലും ദുഃഖത്തിലും, എന്തോ സമ്പത്തിലും ദാരിദ്ര്യത്തിലും, മദ്യപാനത്തിലും മദ്യപാനല്ലാത്തപ്പോഴും ഒരുമിച്ച് ജീവിച്ചു കൊള്ളാന്നല്ലേ നമ്മൾ വാഗ്ദാനം ചെയ്തേ. അതുകൊണ്ട് ചേട്ടൻ കുടിച്ചോ, ഞാനും കൂടി കൂടാ. നമുക്കൊരു കമ്പനിക്ക് ഒരാളുള്ളത് എപ്പോഴും നല്ലതല്ലേ. അതുകൊണ്ട് അവിടെ ഒരു വെച്ച് ഇവിടെ ഒരു ഗ്ലാസ് വെച്ചു. പുള്ളിക്കാരൻ ഇറങ്ങിപ്പോടി, നിങ്ങൾക്ക് വെളിവും വെള്ളിയാഴ്ചയില്ല അത് വന്നിരിക്കുന്നു. ചേട്ടന് നല്ല വെളിവും വെള്ളിയാഴ്ച ഉള്ളു, ചേട്ടൻ കുടിക്കാം. വെളിവും വെള്ളിയാഴ്ച ഉള്ളവർ ചെയ്യുന്ന കാര്യമല്ലേ, അപ്പൊ പിന്നെ എനിക്ക് കുടിക്കാം. പുള്ളിക്കാരൻ സമ്മതിക്കാതെ വന്നു. പുള്ളിക്കാരൻ തന്നെ ചെയ്തു, ആ ഗ്ലാസ് ഈ കുപ്പി അങ്ങോട്ട് എടുത്തിട്ട് എന്തോ കട്ട സാധനം കണ്ടായിരുന്നു, അതങ്ങോട്ട് ഒഴിച്ചിട്ട് ആ ഗ്ലാസ് നിറയോളം ഒഴിച്ചിട്ട് നേരെ ഒറ്റ മൂന്ന്. പുള്ളി പറഞ്ഞു, എടി വെള്ളം ഒഴിക്കടി, ചങ്കുപാടിപ്പോ കൂടി വെള്ളം ഒഴിക്കടി. പുള്ളിക്കറിയതിന്റെ എഫക്ട് പുള്ളിക്കാരത്തേക്ക് അറിയത്തില്ലല്ലോ. അതങ്ങോട്ട് ചെന്നപടി പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞാണ്, അവിടെ പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, അച്ഛാ എൻ്റെ ബോധം പോകുമെന്ന് എനിക്ക് പിടുത്തം കിട്ടി. ബോധം പോകുന്നതിന് മുമ്പ് അച്ഛൻ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പുള്ളിയുടെ കർണക്കുറ്റിക്കോട്ട് ഒറ്റ കീറ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പടഞ്ഞു കുത്തി ഞാൻ അങ്ങോട്ട് വീണു. കാലിന്റെ ബലോ കപ്പയ്ക്കും പോയെന്ന് തോന്നുന്നു, അടിച്ചു വീണ്. പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളി വലിച്ച് കട്ടിലേക്ക് കൊണ്ട് കിടത്തോ ഏതാണ്ടൊക്കെ ചെയ്താലും പിറ്റേ ദിവസം ഒരു ഗുണമുണ്ടായി. പിറ്റേ ദിവസം മുതൽ പുള്ളി വീട്ടിലും ഒരു തുള്ളി മദ്യം കൊണ്ടുവരോ ഇല്ല, പുള്ളി കുടിക്കോ ഇല്ല. ഹല്ലേലൂയ. പക്ഷെ വേറൊരു പ്രശ്നം ഉണ്ടായി. പിറ്റേ ദിവസം മുതൽ പുള്ളിക്കാരത്തിക്ക് ഇച്ചിരി കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. ഒരാളുടെ അപ്പൊ ഈ ചേട്ടനല്ല പ്രശ്നം എന്ന് പറയാം. ചേട്ടനെങ്ങാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പുള്ളിക്കാരത്തി കൂടുതലെങ്ങാൻ അടിച്ചാൽ എന്റെ കർണക്കുറ്റിക്കിട്ട് അടി കിട്ടുന്നേ. അതുകൊണ്ട് പുള്ളി ഡീസൻ്റായി. അപ്പൊ പുള്ളിക്കാരത്തി അച്ഛാ ഇപ്പൊ ചേട്ടൻ ഇരിക്കും പറയാലോ, ഏതായാലും കുറെ നാളത്തെ കലിപ്പ് മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു, എന്റെ ബോധം ഒന്നും പോയിട്ടില്ലായിരുന്നു, പക്ഷെ കിട്ടിയ ചാൻസ് മുതലാക്കാൻ വേണ്ടി ഒരെണ്ണം കൊടുത്തതാണ്. കിട്ടിയ ചാൻസ് പുള്ളിക്കാരൻ. പക്ഷെ ഇപ്പൊ എന്നാ പ്രശ്നം, പുള്ളിക്കാരത്തിക്ക് പറ്റാതെ. എന്നിട്ട് പുള്ളിക്കാരത്തി ആരെങ്കിലൊക്കെ വിട്ട് മദ്യം മേടിപ്പിക്കുക, വീട്ടിൽ കൊണ്ടുവരിക, പുള്ളിക്കാരത്തി കുടിക്കുക. സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു തിന്മയാ. ഇന്ന് അനേകം കുടുംബങ്ങള്, അനേകം കുടുംബ ബന്ധങ്ങള്, അനേകം കുടുംബത്തിന്റെ സമാധാനം തകർക്കാൻ പിശാച് ഒരുക്കിയ പിശാചിന്റെ കെണിയാണ് ഈ പറയുന്ന സാധനം. സർവ്വത്ത് പറ ഹല്ലേലൂയ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇത് സ്വാർത്ഥതയെ തൃപ്തിപ്പെടുത്തി പിശാച് ചില ദാമ്പത്യങ്ങളെ, ചില കുടുംബ ബന്ധങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്വാർത്ഥത അല്ല. ഞാൻ കുടിക്കും, ഞാൻ കാശുണ്ടാക്കി, ഞാൻ കുടിച്ച് എന്റെ ബോധം പോകുന്നതിന് നിനക്കെന്നാടി കുഴപ്പം? അതാ ചോദിക്കുന്നത്. ഞാൻ കുടിച്ച് ഞാൻ വഴി കിടക്കുന്നതിന് നിനക്കെന്നാടി കുഴപ്പം? ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ കഷ്ടപ്പെടുന്നു, ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ കുടിക്കുന്നു, നിനക്കെന്നാടി കുഴപ്പം? മനസ്സിലാകുന്നുണ്ട്? ഇത് സ്വാർത്ഥതയുടെ അരൂപി, അത് തിന്മയാണ്. അത് തിന്മ. അങ്ങനെ സംസാരം വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ശ്രദ്ധിച്ചോ, അത് തിന്മയാണ്. ദ സ്പിരിറ്റ് ഓഫ് സെൽഫിഷ്നെസ്, സ്വാർത്ഥതയുടെ അരൂപി ദുരാത്മാവ് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ 24 വയസ്സുള്ള ഒരു മകൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ അമ്മയും മകനോടെയാ വരുന്നത്,
അപ്പനൊരു ധ്യാനം കുടിക്കണം, അതാണ് ലക്ഷ്യം. അപ്പൊ അപ്പൻ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം മാന്യമായിട്ട് കുടിക്കും. കുടിച്ചു കഴിഞ്ഞൊരു പ്രശ്നമുണ്ട്, പുള്ളി വീട്ടിലെത്തില്ല. കവലയിലോ കള്ള് ഷാപ്പിന്റെ എവിടെയെങ്കിലും തിണ്ണയിലോ കിടക്കുമ്പോൾ പുള്ളി മുണ്ടാണ് മുഴുവൻ സമയം എടുക്കുന്നത്. തീർച്ചയായിട്ടും വേറെ പാപ്പച്ചൻ വേറെ, അങ്ങനെയാ പുള്ളി കിടക്കുള്ളൂ. എന്നിട്ട് വിളിക്കും കവലയിൽ നിന്നൊക്കെ, ഇവന്റെ കൂട്ടുകാർ വിളിക്കും. ഇവന് 24 വയസ്സ് പ്രായമായി, 10-24 കൂട്ടുകാർ വിളിക്കും. അപ്പൊ ഇവനൊരു ഓട്ടോ ഉണ്ട്, ഇവൻ ഓട്ടോ ഓടിക്കുന്നവനാ. എടാ നിന്റെ അപ്പൻ ഇന്നതേ എടാ പള്ളിയുടെ പറമ്പിൽ ആ കോണിൽ കിടപ്പുണ്ട് കേട്ടോ. ഇവന്റെ കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഉണ്ടാവും, അവന്മാർ ആരെങ്കിലും വിളിച്ചു പറയും. ഇവൻ വൈകിട്ട് ഓട്ടോ ആയിട്ട് പോയിട്ട് അപ്പനെ വലിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തും. ഇതാണ് പതിവ്. ഒരു ദിവസം വൈകിട്ട് 8 മണി 9 മണി ആയിട്ട് കാണാതായി, എങ്ങൊന്നും ഒരു ന്യൂസും കിട്ടുന്നില്ല. അപ്പൊ അമ്മയ്ക്ക് ടെൻഷനായി, എന്നെ കഴുത്തി താല കിട്ടി പോയില്ലേ, ബന്ധം കർത്താവ് യോജിപ്പിച്ചില്ല. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് ഇരിക്കാമല്ലോ. പുള്ളിക്കാരത്ത് പറഞ്ഞു, എടാ മോനെ പോയി ഒന്ന് അന്വേഷിക്കടാ, അപ്പൻ അവിടെ ഒന്ന് ചോദിക്കണം, നീ ഒന്ന് ആരെങ്കിലും വിളിച്ചൊന്ന് ചോദിക്ക്. ഇത്രയും നേരമായിട്ട് വന്നില്ല. സാധാരണ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ആരെങ്കിലും പറയുന്നല്ലേ, ഇപ്പൊ 7-8 മണിയായില്ലേ. പുള്ളി പറഞ്ഞു, എനിക്കിപ്പോ 10-24 വയസ്സ് പ്രായമായി, എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുക. പറയോ അമ്മയ്ക്ക് അറിയാൻ പാടില്ലെങ്കിൽ പറയാ, ഓരോ പ്രാവശ്യം വഴിയിൽ നിന്ന് മാറി ഇറങ്ങി അപ്പന്റെ മുണ്ടും അപ്പന്റെ തോർത്തും അപ്പനെ വലിച്ച് ഓട്ടോയിലിട്ട് വരുമ്പോ നാട്ടുകാരും കണ്ടു നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കോ. ഓ പുന്നാരമോ വന്നിരിക്കുന്നത് അപ്പനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഞാൻ പോകില്ല, അവിടെ കിടക്കട്ടെ, ബോധം വരുമ്പോൾ എഴുന്നേറ്റ് പോരട്ടെ. അവർ ഞാൻ ഇനി ഫോൺ ആര് വിളിച്ചാലും പോകുകയില്ല, ആര് വിളിച്ചു പറഞ്ഞു ഇവിടെ കിടപ്പെടും, ഞാൻ പോകുകയില്ല, തന്ത വേണമെങ്കിൽ വരട്ടെ. തന്ത വേണമെങ്കിൽ വരട്ടെ. അവൻ വീട്ടിൽ തന്നെ ഇരുന്നു, ആരും വിളിച്ചില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും സമയം 8-9 മണി 10 മണിയായി. പുള്ളിക്കാരത്ത് പറഞ്ഞു, എടാ വിളിച്ചിട്ട് അവന്റെ ഡോറിൽ കൂട്ടി, എടാ മോനെ എടാ ചെന്ന് അന്വേഷിക്കടാ, ഒന്ന് നോക്കടാ. അവൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇനി ഈ കാര്യം പറയാൻ വേണ്ടി വിളിക്കണം, ഞാൻ ഉറങ്ങാൻ പോവാ. എന്നിട്ട് സംഭവിച്ചതെന്നാന്ന് വെച്ചാൽ 2-3 മണിയായ സമയത്ത് വാതിലേൽ ആരോ വന്ന് കൊട്ടി. പുള്ളിക്കാരത്തേക്ക് ഉറക്കമില്ലാതിരിക്കുമല്ലേ, അങ്ങനെ ഉറങ്ങുന്നേ. ഒരു ന്യൂസും കിട്ടിയിട്ടില്ല, പുള്ളിനെ കാണാനുമില്ല. ഇത്രയും സമയമായി, എവിടെയെങ്കിലും കിടപ്പുണ്ടാവുന്ന പുള്ളിക്കാരത്തേക്ക് അറിയാം. 2-3 മണിയായപ്പോൾ ഡോറെ വന്ന് കുട്ടി. പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി. പുള്ളി തുറന്നു നോക്കിയപ്പോൾ മുണ്ട് കൈ പിടിച്ചിട്ടുണ്ട്, അശേഷം ബോധമില്ലാതെ നിൽക്കുക. എന്നാ ചെയ്യാൻ പറ്റും? അകത്ത് കയറ്റി കടത്തി. പിറ്റേ ദിവസം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഒരൊറ്റ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന തിന്മ മൂലം വേദനിക്കുന്ന ഒരു ജീവിത പങ്കാളിയോ അതിന്റെ ബാക്കിപത്രമായി നൊമ്പരപ്പെടുന്ന ഒരു മകനോ മകളോ കുഞ്ഞുങ്ങളോ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ സ്വാർത്ഥത ചങ്കി കെട്ടിക്കിടക്കുന്നത് കൊണ്ടല്ലേ എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം, എനിക്ക് കുടിക്കണം, എനിക്ക് എൻ്റെ ബോധം പോണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടല്ലേ. നമ്മളൊന്ന് മാറി ആ സ്വാർത്ഥത വിട്ടിട്ട് എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ കുടിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല, ഇത് ചിന്തിക്കുന്നില്ല. സർവത്ത് പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിട്ട് ഈ അവിടെ ഒരു നമ്മുടെ ആദ്യ കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് ഈ വികാരീശന്മാരൊക്കെ പറയും, വീട്ടിൽ മദ്യം കൊണ്ടുവരാൻ സമ്മതിക്കരുത്, ഈശോ ആദ്യമായിട്ട് മുകളിൽ വരുന്ന, അതുകൊണ്ട് ഒരിക്കലും മദ്യം വീട്ടിൽ കയറ്റരുത്. അപ്പൻ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ സമ്മതിക്കരുത്. കാരണം ഇപ്പൊ എന്നാ പരിപാടിയാണ് അത്, ആര് മരിച്ചാലും ചത്താലും ചാത്തത്തിനും എല്ലാ ആഘോഷത്തിനും പിന്നാമ്പുറത്ത് മദ്യമാണല്ലോ, എല്ലാത്തിനും മദ്യം. പെരവെഞ്ചിരിച്ച് കയറുക, മുകളിലത്തെ നിലയിൽ വെള്ളം കൊടുക്കുക. അതേ ഭവനത്തിൽ ദൈവിക സംരക്ഷണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ച് വികാരിച്ചനെ കൊണ്ടെന്ന് വെഞ്ചിരിക്കുന്ന അതേ ഭവനത്തിൽ തിന്മയെ കുടിയിരിക്കാൻ അനുവദിച്ചിട്ട് വീട് വെഞ്ചിരിച്ചു കൊണ്ടിരിക്കുക. എന്ത് കാര്യമുണ്ട്? നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അച്ഛൻ പറഞ്ഞു, മക്കളെ അങ്ങനെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഈ ആദ്യ കുർബാന സ്വീകരണമായിട്ട് മദ്യം വിളമ്പുണ്ടെങ്കിൽ പ്രത്യേകം പപ്പയുടെ അടുത്ത് പോയി പറഞ്ഞോളാം, എൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് സമയത്ത് മദ്യം വിളമ്പരുത് പപ്പേ എന്ന് മുൻകൂട്ടി പറഞ്ഞോളണം. ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ചെയ്യുവാണെങ്കിൽ മക്കൾ ഒന്നും നോക്കണ്ട, അവിടെ അതിനിടയിൽ കയറി ചെന്നിട്ട് അപ്പനോ കൂട്ടുകാരൊക്കെ കുടിക്കുവാണെങ്കിൽ ചെന്ന് പറഞ്ഞോളാം, എനിക്ക് ആദ്യമായിട്ട് ഈശോയെ കിട്ടിയ ദിവസമാണിത്, ഇത് കളയരുതെന്ന് പറഞ്ഞോളാം. എന്നിട്ട് പ്രിയപ്പെട്ട ഒരു കുടുംബത്തിൽ പെങ്കൊച്ചിന് എത്ര വയസ്സ് പ്രായമുണ്ട്? 8, 9, 10 വയസ്സ്, 5, 4 പഠിക്കുന്ന പെങ്കൊച്ച്. ഈ പെങ്കൊച്ച് ആദ്യ കുർബാന സ്വീകരിച്ച് വീട്ടിൽ ചെന്നു. വീട്ടിൽ നല്ല ആഘോഷം, എല്ലാവരും കയറി വരുന്നു, പിള്ളേർക്ക് ഗിഫ്റ്റ്, കൊച്ചിന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന നല്ല ബെടാ ഫാമിലിയാണ്. മുകളിലത്തെ നിലയിൽ അപ്പൻ ഒരു മുറി ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ കണ്ണും കൈയും കാലൊക്കെ കാണിച്ചു. ഇവർക്ക് പിന്നെ നല്ല ആക്ഷണ കൃത്യം അറിയാം. കണ്ണും കൈയും കാലൊക്കെ കാണിച്ച് മുകളിലേക്ക് വിടും. ഈ പെങ്കൊച്ച് ഇവർ കയറിപ്പോകുന്ന കണ്ടപ്പോൾ
അച്ഛൻ പറഞ്ഞത് മനസ്സിലുണ്ടല്ലോ. പ്രിയപ്പെട്ട ഈ പെങ്കൊച്ച് എന്നെ ചെയ്ത്, ഈ 10 വയസ്സ് പ്രായമുള്ള പെങ്കൊച്ച് ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്നപ്പോൾ അപ്പനും കൂട്ടുകാരും കൂടി ഇരുന്ന് കുടിക്കുന്ന കണ്ടിട്ട് ഈ പെങ്കൊച്ച് ചെയ്ത് എന്നാന്ന് പറഞ്ഞു. പെങ്കൊച്ച് ഒന്നും അപ്പനോട് പറഞ്ഞില്ല. ഈ പെങ്കൊച്ച് ഓടി ചെന്നിട്ട് അപ്പൻ്റെ കാലെ വീണ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈശോയെ കിട്ടിയ ദിവസമാ പപ്പേ, ഈ കുടുംബത്തിൽ പിശാചിനെ കൊണ്ടുവരരുത്. എനിക്ക് ആദ്യമായി ഈശോയെ കിട്ടിയ ദിവസമാ, ഈ കുടുംബത്തിൽ പിശാചിനെ കൊണ്ടുവരരുത്. അപ്പൊ ആ കുഞ്ഞിനെ തള്ളി മാറ്റി. ബാക്കിയുള്ളവർ ഇരുന്നവർക്കകത്ത് ഒരു അസ്വസ്ഥതയായി. അവളെ കുഞ്ഞിനെ കൊണ്ട് താഴെയാക്കി ഡോറൊക്കെ അടച്ചിട്ട് അവർ ബാക്കി. പക്ഷേ പിന്നെ പിറ്റേ ദിവസം മുതൽ പ്രിയപ്പെട്ടവരെ ഇന്ന് വരെ അപ്പന് മദ്യപിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് വരെ അപ്പം വന്നിട്ട് പറഞ്ഞാൽ, അച്ഛാ ഞാൻ ഒരു ഗ്ലാസ് മദ്യം കയ്യിലെടുക്കുമ്പോൾ എൻ്റെ കുഞ്ഞെൻ്റെ കാലെ കടന്ന് കരയുന്നതാണ് ഞാൻ കഴിഞ്ഞ്. പലവട്ടം പല കമ്പനികൾക്കും പല കല്യാണത്തിനും പല ആഘോഷത്തിനും എൻ്റെ കയ്യിൽ മദ്യക്കുപ്പി തന്നിട്ട് ഗ്ലാസ് തന്നിട്ട് എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ അതിനോട് താല്പര്യമില്ല, എനിക്കിപ്പോൾ അതിനോട് ഇൻട്രസ്റ്റും ഇല്ല, അതിനൊരു പ്രശ്നമില്ല. അവരുടെ കൂടെ ഇരിക്കുന്നതിനും എനിക്കൊരു കുഴപ്പമില്ല, കുടിക്കാതിരിക്കാം. ഇത് കയ്യിൽ ഇത് വന്നപ്പോ കുഞ്ഞിനെ ഓർത്തപ്പോ, സ്വന്തം കുഞ്ഞിനെ ദൈവം ദാനമായി കുഞ്ഞിനെ ഓർത്തപ്പോ പ്രിയപ്പെട്ടവരെ പുള്ളി പറയുക, നീ കുടിക്കാം എന്ന് പറഞ്ഞാൽ ചില മേഖലകളിൽ, ചില പാപത്തിന്റെ അവിശ്വസ്തതയുടെ മേഖലകളിൽ കടന്നു പോകുമ്പോൾ സ്വന്തം ജീവിത പങ്കാളിയെ, കുഞ്ഞുങ്ങളെ ഒരു നിമിഷം ഓർത്താൽ എങ്ങനെ ഒരു ദാമ്പത്യ അവിശ്വസ്തത കാണിക്കാൻ പറ്റും? ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബാംഗ്ലൂരൊക്കെ തമിഴ്നാട്ടിലൊക്കെ നമ്മുടെ കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുന്ന പിള്ളേരുണ്ടല്ലോ, ചില സമയത്ത് അവിടെയൊക്കെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്വാതന്ത്ര്യമല്ലേ, ആരും ഇല്ലല്ലോ നോക്കാൻ. അപ്പനില്ല, അമ്മയില്ല, വീട്ടുകാരില്ല, പിന്നെ കുറച്ച് കൂട്ടുകെട്ട്. അവന് സമാനമായ കുറച്ച് കൂട്ടുകെട്ടിനെ കിട്ടും, അല്ലെങ്കിൽ അവനേക്കാളും വേഴ്സ് ആയിട്ടുള്ള കുറച്ച് കൂട്ടുകെട്ടിനെ കിട്ടും. പിന്നെ അതിന്റെ നടുവിൽ കഞ്ചാവായി, ലഹരിയായി, മദ്യമായി, മുറിയിൽ ഒരുമിച്ചിരുന്ന് കമ്പ്യൂട്ടർ ഓണാക്കി ബ്ലൂ ഫിലിമിന്റെ അടിമത്തങ്ങൾ, ഇതിലൊക്കെ മക്കള് നമ്മുടെ കേരളത്തിന് പുറത്ത് അകത്തൊക്കെ ഉണ്ട്, പലയിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. അവിടുന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയും, അപ്പാ 5 രൂപ വേണം, 4 രൂപ വേണം, 3 രൂപ വേണം, ബുക്ക് മേടിക്കാനാ, ഫീസ് അടയ്ക്കാനാ. മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് കടം മേടിച്ച് പട്ടിണി കിടന്ന് ഈ മക്കൾക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഈ ക്രൈസ്റ്റ് കോളേജിനടുത്ത് ഉള്ളൊരു കൂട്ടായ്മയുടെ നടുവിൽ ഇതുപോലെ പിള്ളേരുള്ളതിൽ അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഒരു പയ്യനോടായിരുന്നു, ഞങ്ങളുടെ യൂത്തിലുള്ള പയ്യനാ. അവനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ വൈകിട്ട് ഞങ്ങൾ ഇവിടെ ഇത്തിരി കൂട്ടുകൂടും, പക്ഷേ അച്ഛാ ഞാനങ്ങനെ അതിനൊന്നും പോകാറില്ല. മക്കളവരൊക്കെ ഇടിക്കും, അവർ ഷെയർ ചെയ്യും, എന്നിട്ട് അവർ എല്ലാ ദിവസവും കൂടി ബാംഗ്ലൂരൊക്കെ എല്ലാ പെട്ടിക്കടയിലും സാധനം കിട്ടും. അതുകൊണ്ട് അവർ പഠിത്തം കഴിഞ്ഞ് വരും, മേടിച്ചുകൊണ്ടിരും, മുറിയിലിരുന്ന് ഇച്ചിരി കമ്പ്യൂട്ടറിൽ ഇച്ചിരി അതൊക്കെ കാണും. എന്നിട്ട് ഈ പറയുന്ന വെള്ളം അടിച്ച് അവർ ഇച്ചിരി ചിക്കൻ എന്തെങ്കിലും മേടിച്ച് കഴിക്കുകയും ചെയ്യും. ഇവൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല. ഞാൻ ചോദിച്ചാൽ, നീ എന്നാണോ കഴിക്കാത്ത? നിന്റെ അതേ പ്രായത്തിലുള്ളവര്, നിനക്കും താല്പര്യമില്ലേ, നിനക്കും ഇൻട്രസ്റ്റ് ഇല്ലേ? ഇവര് നിന്റെ പ്രായത്തിലുള്ള കൂട്ടുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രേരണ വരില്ല ഇതൊക്കെ ചെയ്യാൻ. അവൻ പറഞ്ഞത്, അച്ഛാ എനിക്ക് ഇവരുടെ കൂടെ ഇരിക്കണമെന്നും ഇവരുടെ കൂടെ വെള്ളം അടിക്കണമെന്നും ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഷെയറിടാൻ 50 രൂപ കൊടുക്കണമെങ്കിൽ അതിന് എൻ്റെ അപ്പൻ ചുമട്ടുതൊഴിലാളിയാ. ഈ 50 രൂപ അപ്പൻ എങ്ങനെ കിട്ടുന്നെന്ന് എനിക്കറിയാം. അപ്പൻ ചങ്ക് പിളർന്ന് വൈകിട്ട് വന്നതും പല ദിവസങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അപ്പന്റെ പുറം തിരുമ്മി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 50 രൂപ ഷെയർ ഇടാൻ മാത്രം അപ്പന്റെ സ്നേഹം സമ്മതിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ 1-2 തിരുവചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവേ, നീ എന്നെ സ്വന്തമാക്കിയെന്ന്, സ്വന്തമായി കണക്കാക്കിയെന്ന് ഞാൻ അറിയുന്നതിനാൽ ഞാൻ ഇനി പാപം ചെയ്യുകയില്ല. അതാണ് കാരണം. അല്ലാതെ ശിക്ഷയോർത്തിട്ടോ നമ്മളെ കുറ്റം വിധിക്കുന്ന ഓർത്തിട്ടോ നമ്മളെ തല്ലു അനുഗ്രഹം ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കാനുള്ള കാരണം. ദൈവം നീ എന്നെ സ്വന്തമാക്കി, നിന്റെ ചങ്കിലെ ചോര കൊടുത്ത് നീ എന്നെ സ്വന്തമാക്കിയല്ലോ എന്ന് ഞാൻ അറിയുന്നതിനാൽ, ഞാൻ നിന്റെ സ്വന്തമാണല്ലോ, എൻ്റെ ശരീരം നിന്റെ ആത്മാവിന്റെ ആലയമാണല്ലോ എന്ന് ഞാൻ അറിയുന്നത് കൊണ്ട് ഈ ശരീരത്തിൽ ഞാൻ ഇനി പാപം വഹിക്കില്ല. ഹല്ലേലൂയ. സർവ്വമൃതി പറ ഹല്ലേലൂയ. വലതുറമൃത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ കാര്യം പറയാനുള്ളൂ. ഗലാത്യ 5:16 വചനം പറയുന്നു, നിങ്ങൾ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവിൻ, ജഡത്തിന്റെ വികാരങ്ങളെ, ജഡത്തിന്റെ മോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ആത്മാവിന്റെ, അതാണ് ഈ ആത്മാവ് തരുന്ന പ്രേരണയാണ് പ്രയാസങ്ങളുടെയും വേദനകളുടെയും നടുവിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ തരും. അതാണല്ലോ യേശുവിന് ഗെത്സമൻ സഹനത്തിൽ തീവ്ര വേദനയിൽ
കർത്താവിനറിയാം കർത്താവ് സഹിക്കാൻ പോകുന്ന കുരിശുമരണത്തിന്റെ വേദന. ഇത് മനസ്സിലാക്കിയിട്ട് യേശു രക്തം വിയർത്തു പ്രാർത്ഥിച്ചില്ലേ? ഒരു പ്രശ്നം കൂടുമ്പോ, വേദന കൂടുമ്പോ, കുടുംബത്തിനൊരു അസ്വസ്ഥത കൂടുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കൂടുതൽ പ്രാർത്ഥനയുള്ളവരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ വരെ 1 മണിക്കൂറാണ് വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ ചില മാനസാന്തരങ്ങൾ, ചില വിടുതലുകൾ, ചില സൗഖ്യങ്ങൾ നടക്കേണ്ട, ചില വിശുദ്ധീകരണം നടക്കേണ്ട കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഭവനം, അന്തരീക്ഷം വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ ആ ഭവനത്തിൽ, ആ അന്തരീക്ഷത്തിൽ കൂടുതൽ പ്രാർത്ഥന ഉയരാൻ അനുവദിക്കണം. വേറെ ഒരു വഴിയില്ല. ഇതൊക്കെ മാറാൻ വേറെ ഒരു വഴിയില്ല. നിങ്ങൾ ഉപദേശിച്ചാലും ഒന്നും മാറില്ല. നിങ്ങൾ അതേ ഓർത്ത് കരഞ്ഞത് കൊണ്ടോ, ആവലാതി പിടിച്ചത് കൊണ്ടോ, എല്ലാ ദിവസവും അതേ ഓർത്ത് ചങ്കത്തടിച്ച് കരഞ്ഞത് കൊണ്ടോ, നിലവിളിച്ചത് കൊണ്ടോ ഒന്നും ഇതൊന്നും മാറില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. മാറാൻ ഒറ്റ വഴിയുള്ളൂ, ദൈവം ഇടപെടണം. ദൈവം ഇടപെടണമെങ്കിൽ ദൈവം ഇടപെടാൻ തക്കവിധം ഒരു പ്രാർത്ഥനയുടെ പിൻബലം, പ്രാർത്ഥനയുടെ കരുത്ത്, പ്രാർത്ഥനയുടെ ഒരു അനോയിന്റിങ് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തില് നമ്മളിൽ വളർത്താൻ നമ്മൾ തീരുമാനമെടുക്കണം. സർവ്വത്ത് ഹല്ലേലൂയ. അതിന് തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ചില മാറ്റമില്ലാതെ ജീവിതത്തിൽ നിൽക്കുന്ന വിഷയങ്ങളെ കണ്ടിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നിലവിളിച്ചത് കൊണ്ടോ, നമ്മൾ നിരാശപ്പെട്ടത് കൊണ്ടോ, നമ്മുടെ വിശ്വാസം നശിപ്പിക്കാൻ കാരണമായതുകൊണ്ടോ, പ്രാർത്ഥനാ ജീവിതം തകർന്നത് കൊണ്ടോ ഒന്നും ആ പ്രശ്നത്തിന് പരിഹാരമല്ല. ചിലവരങ്ങനെ പരിഹാരം തേടുന്നത്. പ്രശ്നം കൂടുമ്പോൾ പ്രാർത്ഥന കുറയും. വിപരീത ഇതിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നം കൂടുമ്പോൾ പ്രാർത്ഥന കൂട്ടണം. സഹനം കൂടുമ്പോൾ പ്രാർത്ഥനയുടെ തീവ്രത കൂട്ടണം. നാളെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്ന പ്രലോഭനങ്ങളെ മുന്നിൽ കണ്ടിട്ട് ഇപ്പോഴേ പ്രാർത്ഥിക്ക്. മക്കളെ, കേരളത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞോ, +2 കഴിഞ്ഞോ, കേരളത്തിന് പുറത്തേക്കാണോ പറഞ്ഞു വിടാൻ പോകുന്നത്? വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മക്കളെ, ഈ നാട്ടിലുള്ള സംരക്ഷണം പോലും വിദേശ രാജ്യങ്ങളിലോ പുറത്തോ പലയിടങ്ങളിൽ ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ ഇപ്പോഴേ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. കണ്ടോ, വീണിട്ട് പ്രാർത്ഥിക്കാനല്ല കർത്താവ് പറഞ്ഞത്. കുടുംബം തകർന്നിട്ട് ദൈവത്തെ വിളിക്കാനല്ല പറഞ്ഞത്. എല്ലാം നഷ്ടപ്പെട്ടിട്ട് ദൈവമേ എന്ന് വിളിക്കാനല്ല പറഞ്ഞത്. ഇനി ഒരു വിധത്തിലും കരകയറാൻ പറ്റാത്ത സമയത്ത് ദൈവാലോചനയ്ക്ക് പോകാനല്ല പറഞ്ഞത്. പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ, ഒരു പ്രയാസം നിന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ, നാളെ നിന്റെ ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ തകർച്ചകളിലേക്ക് പോകാതിരിക്കാൻ, നിന്റെ മക്കളുടെ പരാജയം കാണാതിരിക്കാൻ, അമ്മേ അപ്പാ, ദൈവസന്നിധിയിൽ ഇന്ന് നീ പ്രാർത്ഥിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ അച്ഛാ എനിക്ക് പ്രാർത്ഥിക്കാൻ വിഷയമൊന്നുമില്ല, എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. പ്രാർത്ഥിക്കാൻ വിഷയം കിട്ടാൻ അധികം സമയം വേണോ? പറ, വേണോ? ഇന്നലകളിൽ ഒരു പ്രാർത്ഥനയില്ലാതിരുന്ന ജീവിതങ്ങളിൽ നിന്ന് എത്രയോ പേര് പ്രിയപ്പെട്ടവർ ഇന്ന് പ്രാർത്ഥനയുടെ അങ്ങേറ്റത്ത് നിൽക്കുന്നു. പറഞ്ഞാൽ അച്ഛാ, അന്നാ സംഭവിച്ച അപകടം ഉണ്ടല്ലോ, ICUയുടെ നടുവിൽ കടന്ന 5-6 ദിനങ്ങൾ, അതിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആരുടെയൊക്കെ പ്രാർത്ഥനയാണച്ചോ എന്നെ പുറത്തു കൊണ്ടുവന്ന് ഇന്ന് പ്രാർത്ഥനാ ജീവിതമാണ്, സുവിശേഷ ജീവിതമാണ്. ഇന്നലകളിൽ ഒരിക്കലും ബൈബിൾ തൊട്ടിട്ടില്ല, ഇന്നലകളിൽ പള്ളി പോയിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, കുമ്പസാരിച്ചിട്ടില്ല. ആ ജീവിതത്തിൻ്റെ മേൽ ഒരു കൊടുങ്കാറ്റടിച്ചപ്പോൾ അത് വിശ്വാസത്തിലേക്കും പ്രാർത്ഥനയിലേക്ക് എത്തിച്ചു. വിപരീത സാഹചര്യത്തിലേക്ക് പോയവരുണ്ട്. ആത്മാവിന്റെ പ്രേരണ ആ സഹനത്തിന്റെ നടുവിലെങ്കിലും ശ്രവിക്കാൻ തയ്യാറായാൽ അത് നമ്മളെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ബലപ്പെടുത്തും. എന്നാൽ ജഡത്തിന്റെ മോഹങ്ങൾ എപ്പോഴും തൃപ്തിപ്പെടുത്തിയാൽ വിശ്വാസവും പോവും, ഉള്ള പ്രാർത്ഥനയും പോവും, പിന്നെ ദൈവനിഷേധത്തിന്റെ അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവം ഉണ്ടെങ്കിൽ എന്താ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്റെ കുഞ്ഞിന് ഇങ്ങനെയായി? ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ 15 വയസ്സുള്ള എന്റെ കുഞ്ഞിനെ ദൈവം എടുത്തു? ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ വെറും 10-30 വയസ്സ് പ്രായമുള്ള എന്റെ മകൻ വിവാഹം കഴിഞ്ഞ ഉടനെ എന്റെ മകൻ ഒരു ആക്സിഡന്റ് ആയിട്ട് മരിക്കുക? ഒരു പ്രശ്നത്തെ വിപരീത ചിന്തകളിലേക്ക് എത്തിക്കാൻ പിശാച് കണഞ്ഞു പരിശ്രമിക്കും. അവിടെയാണ് ആത്മാവിന്റെ പ്രേരണ എടുക്കേണ്ടത്. പരിശുദ്ധ അമ്മയുടെ മടിയിൽ വെറും 33 വയസ്സ് പ്രായമുള്ള തന്റെ ഏക മകൻ മരിച്ചു കിടന്നപ്പോ അമ്മ എടുത്ത ആത്മാവിന്റെ ഒരു പ്രേരണയുണ്ട്. ആ പ്രേരണ ഇതാണ്: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഇതങ്ങട് സംഭവിക്കട്ടെ. ഹല്ലേലൂയ.
സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാണ് ആത്മാവിന്റെ. അത് ഒരു നിമിഷത്തേക്കല്ല പ്രിയപ്പെട്ടവരെ, ഒരാഴ്ചയിലത്തേക്കല്ല, രണ്ടാഴ്ചയിലത്തേക്കല്ല. നമ്മൾ അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാകാൻ വേണ്ടി ചില പരീക്ഷണങ്ങളും സഹനങ്ങളിലൂടെയും ദൈവം കടത്തിക്കൊണ്ട് ഒരു നിലനിൽപ്പിന്റെ കരുത്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇനിയിപ്പോ പ്രശ്നം ഉണ്ടായാലും പ്രാർത്ഥിക്കും, പ്രശ്നം ഇല്ലേലും പ്രാർത്ഥിക്കും. നാളെ പ്രശ്നം വന്നാലും എൻ്റെ പ്രാർത്ഥന ജീവിതം മുറിയില്ല, നാളെ പ്രശ്നം വന്നില്ലേലും ഞാൻ ഇതേ തീഷ്ണതയിൽ പ്രാർത്ഥിക്കും എന്ന് പറയാനുള്ള ഒരു ആത്മീയ കരുത്തിലേക്ക് സ്വർഗം നമ്മൾ ഉയർത്തും. അതുകൊണ്ട് അങ്ങനെ ഒരു കരുത്ത് വേണം. ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല പ്രാർത്ഥിക്കണ്ടേ, ഒരു സഹനം വന്നിട്ടല്ല പ്രാർത്ഥിക്കണ്ടേ, ഒരു ചങ്കുലയ്ക്കുന്ന ജീവിതത്തിന്റെ അനുഭവം ജീവിതത്തിൽ സമ്മാനിക്കപ്പെട്ടിട്ടല്ല ദൈവമേ എന്ന് വിളിക്കണ്ടേ. അതുകൊണ്ട് കർത്താവ് നീ എന്നെ വിളിക്ക്, എപ്പോഴും എന്നെ വിളിക്ക്. അതുകൊണ്ട് നമ്മള് കർത്താവ് പറഞ്ഞ പോലെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ, പിശാചിന്റെ കെണികളിൽ അകപ്പെടാതിരിക്കാൻ, അവന്റെ വഞ്ചനകളിൽ പെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഇല്ലെങ്കിൽ പ്രശ്നം എന്താണെന്നറിയാവോ? എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം, എൻ്റെ ജീവിത പങ്കാളിയുടെ ദുശീലം, എൻ്റെ ജീവിത പങ്കാളിയുടെ ദാമ്പത്യ അവിശ്വസ്തത എൻ്റെ ആത്മനാശത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. പുള്ളി ജഡത്തിന്റെ പ്രേരണയ്ക്കനുസരിച്ച്, എൻ്റെ ജീവിത പങ്കാളി അവൾ ജഡത്തിന്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുന്നു. അതേ തത്തുല്യമായ ജഡത്തിന്റെ പ്രേരണ എന്നിൽ വഹിക്കാൻ തുടങ്ങുമ്പോൾ വചനം പറയുന്നു അതിന്റെ അവസാനം നിത്യനാശമാണ്, മരണമാണ്. കേട്ടോ, തുടങ്ങിയത് അവിടെയാ. ആരില്? ജീവിത പങ്കാളിയില്. അതുമൂലം മനസ്സ് വിഷമിച്ച് ജീവിതം മടുത്ത് നിരാശയും അവിശ്വാസത്തിലേക്കും പോയതാരാ? ഞാനാ. പുള്ളി അവസാന നിമിഷം അനുദപിച്ചു, കുമ്പസാരി ചേറ്റ് പറഞ്ഞു, പുള്ളി സ്വർഗത്തിലും പോയി. ഞാനൊട്ട് സംഭവിക്കാം. അത്രയും വലിയ മണ്ടത്തരം ജീവിതത്തിൽ സംഭവിക്കരുത്. ഇന്ന് നീ ആരെയോർത്ത് വേദനിക്കുന്നുവോ, നീ ഇന്ന് ആരെയോർത്ത് നൊമ്പരപ്പെടുന്നുവോ, നീ ഇന്ന് ആരെയോർത്ത് കണ്ണുനീര് കുടിക്കുന്നുവോ, ആ പ്രശ്നത്തെ ഒരുപക്ഷെ ദൈവം മാറ്റി എഴുതാം. പക്ഷേ നിന്റെ ജീവിതത്തിന്റെ നിത്യത മറക്കാൻ, നിന്റെ ജീവിതത്തിന്റെ സ്വർഗം മറക്കാനുള്ള പ്രവണതകള് നിന്നിൽ കുടികൊള്ളാതിരിക്കാൻ, പ്രവർത്തിക്കാതിരിക്കാൻ നീ ശ്രദ്ധയോടെ ഇരിക്കണം. അല്ലെങ്കിൽ ഈ കാരണം വെച്ചിട്ട് നിന്റെ മനസ്സങ്ങോട്ട് പിടിച്ച് തകർത്ത്, നിന്റെ പ്രാർത്ഥനയെ ഒലച്ച്, നിന്റെ വിശ്വാസം ക്ഷയിച്ച്, പിന്നെ നിന്റെ വൈകാരികത തകർത്ത്, പിന്നെ ഭയങ്കര ദേഷ്യം, ഭയങ്കര വാശി, ഒറ്റയ്ക്കിരുന്ന് കരയുക, ചങ്കത്തടിച്ച് കരയുക, ഈ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ ഇതിലൂടെ പിശാച് നിന്നെ ജഡത്തിന്റെ പ്രേരണയ്ക്കനുസരിക്കാൻ അനുവദിക്കുകയാണ്. സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് അപരന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ, സങ്കീർണമായ സഹനങ്ങളുടെ, പ്രതികൂല ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് തന്നെ വ്യാപരിക്കാനുള്ള കരുത്തെടുത്തോളാം. അല്ലെങ്കിൽ ജീവിത പങ്കാളിയെയും നിന്നെയും പിശാചിന് സ്വന്തമാക്കാൻ പറ്റും. ജീവിത പങ്കാളിയിലൂടെ നിന്നെ പിശാചിന് സ്വന്തമാക്കാൻ പറ്റും. മക്കളിലൂടെ പിശാചിന് നിന്നെ സ്വന്തമാക്കാൻ പറ്റും. ചില കുടുംബത്തിലെ ചില പ്രത്യേക പ്രശ്നങ്ങളിലൂടെ പിശാചിന് നിന്നെ സ്വന്തമാക്കാൻ പറ്റും. അത് അനുവദിക്കരുത്. സ്വരമെടുത്ത് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രശ്നം കൂടുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന, ഉറക്കെ പറ, പ്രാർത്ഥന കൂട്ടണം. എന്നിട്ട് വന്നിട്ട് പറഞ്ഞേക്കട്ടെ അച്ഛാ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന്. കുട്ട നിന്നോളുക, വേറെ ഓപ്ഷൻ ഇല്ല. നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിലല്ലേ. എനിക്കിപ്പോ ഉച്ചയ്ക്ക് ഇവിടെ കഞ്ഞി കിട്ടുന്നില്ലേ? കഞ്ഞിയാണോ ചോറാണോ? ചോറ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വല്ല മീൻ കറിയും അതിൻ്റെ കൂടെ മോര് കറി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മോര് കറിയുണ്ട്, പിന്നെ മീൻ കറിയുണ്ട്. അപ്പോൾ പറഞ്ഞു എനിക്ക് മോര് കറി മതി, എനിക്ക് മീൻ വേണ്ട. ഇപ്പോൾ പിള്ളേർ പറയും എനിക്ക് മീൻ വേണ്ട, എനിക്ക് മോര് കറി മതി, എനിക്ക് ഇറച്ചി വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇറച്ചി മാത്രം മതി, എനിക്ക് KFC ചിക്കൻ ഉണ്ടെങ്കിൽ തൊണ്ടേന്ന് സാധനം ഇറങ്ങും എന്നൊക്കെ പറയാം. അങ്ങനെ പറയുന്ന പോലെ ഇങ്ങനെ ഇത് കാണിച്ചു. അപ്പോൾ മോര് മേടിച്ച് മീൻ മേടിക്കാതെ പോയി. നാളെ ചെല്ലുമ്പോൾ നിനക്ക് മീൻകറി മാത്രമേ ഉള്ളൂ, ചോറും മീൻകറി. എന്നാ ചെയ്യും? ചോറ് ഏതായാലും വെറുതെ തിന്നാൻ പറ്റിയല്ലോ. വേറെ ഓപ്ഷൻ ഇല്ല ജീവിതത്തിൽ. ഇതുപോലെ വേറെ ഓപ്ഷൻ ഇല്ല, വേറെ ഒന്നുമില്ല, വേറെ സാഹചര്യം ഇല്ലെന്നേ. അങ്ങനൊരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ ബലം. ദൈവം പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബലം. അതിനായി ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക. പ്രാർത്ഥിക്കുന്നവരുടെ, നിലനിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ മാത്രമാണ് ദൈവം നിശ്ചയമായും പ്രവർത്തിക്കുക. വിശ്വാസം ക്ഷയിക്കരുത്. അതുകൊണ്ട് ഈശോ പോലും അപ്പസ്വലന്മാരടുത്ത് പറഞ്ഞു,
നിങ്ങളുടെ വിശ്വാസം അവൻ ക്ഷയിപ്പിക്കാതിരിക്കുക. പിശാച് പാറ്റാൻ ഇങ്ങനെ കാറ്റിൽ പാറ്റുന്നത് പോലെ പാറ്റാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ, അടിയൊക്കെ കിട്ടുമ്പോഴേ അല്ലെങ്കിൽ വിശ്വാസമൊക്കെ പോവും. കർത്താവ് അത് കണ്ടിട്ട് പറഞ്ഞതാണ്.